കർമ്മം എന്നുള്ളത് ശരീരം കൊണ്ടാണ് ചെയ്യുന്നത് എന്നാരും തെറ്റിദ്ധരിക്കരുത്. ശരീരം കർമ്മം ചെയ്യാനുള്ള ഉപാധിയാണ്. മനസ്സിലാണ് കർമ്മങ്ങൾ ഉള്ളത്. അപ്പോൾ മനസ്സിലുള്ള കർമ്മങ്ങളെ തുടച്ചു നീക്കണം. ലോകവിഷയങ്ങളെ, കർമ്മവിഷയങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമ്മൾ ഓരോരുത്തരും പിന്നെ ശരീരത്തിലൂടെ അത് നടപ്പാക്കുകയാണ്. അപ്പോൾ ശരീരത്തെ നമ്മൾ ജയിക്കണം, മനസ്സിനെ ജയിക്കണം. ശരീരത്തിനെ എങ്ങനെ ജയിക്കാം? അത് നിയന്ത്രിച്ച് ഒരു ദിക്കിൽ ഇരുത്താനായിട്ട് സാധിക്കണം. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? ലോകവിഷയങ്ങളിലേക്ക് ഓടിപ്പോവാതെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നതും കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശരീരം പിന്നെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങും. ശരീരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായി, കർമ്മത്തെ ജയിക്കാൻ സാധിക്കും. ഇപ്പം നമ്മളൊക്കെ കർമ്മത്തിന് അധീനമായിട്ട്, പ്രകൃതിക്ക് അധീനമായിട്ട് കർമ്മത്തെ ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതുക്കിയാണ് ഉണ്ടാവുക. എന്നാൽ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് കർമ്മത്തെ നമ്മൾ പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ കർമ്മം എന്നുള്ളത് നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റും. നമ്മളിൽ സത്യം വേണം, ധർമ്മം വേണം. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സത്യമാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ കർമ്മത്തെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ ജയിക്കാം എന്ന് ആദ്യം പറഞ്ഞു. കർമ്മയോഗത്തെ നമ്മൾ നിയന്ത്രിക്കാം. യഥാർത്ഥത്തിൽ കർമ്മയോഗം, കർമ്മം എന്നുള്ളത് ആർക്കാണ് എന്ന ചോദ്യം വരും. സംസാരത്തിൽ വന്ന് ജനിച്ച എല്ലാവർക്കും കർമ്മം ബാധകമാണ്. കേവലം ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാണെന്ന് ആരും വിചാരിക്കരുത്. അല്ലേ? സന്യാസിയാണെങ്കിലും മനസ്സോടി നടക്കില്ലേ? ബ്രഹ്മചാരിയാണെങ്കിലും മനസ്സോടി നടക്കില്ലേ? സ്ത്രീയാണെങ്കിലും ഓടി നടക്കില്ലേ? പുരുഷനാണെങ്കിലും ഓടി നടക്കില്ലേ? അപ്പോൾ ഈ കർമ്മം എന്നുള്ളത് എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കുള്ളതാണ്. മനസ്സുകൊണ്ട് നൈഷ്കർമ്മ്യമായ നിലയെ പ്രാപിച്ച് നമ്മളെല്ലാം ഫലാപേക്ഷ കൂടാതെ ശരീരം കൊണ്ട് കർമ്മത്തെ ചെയ്തു വന്നാൽ അവൻ ഗൃഹസ്ഥനായാലും ഇല്ല മറ്റൊരുവനായാലും കർമ്മയോഗം എന്ന ആ ഒരു നിലയെ പ്രാപിക്കും. അത് പതിക്കില്ല. നമുക്ക് ഉയർച്ചയാണ് ഉണ്ടാവുക. കർമ്മത്താൽ തന്നെ, കർമ്മയോഗത്താൽ തന്നെ മുക്തിയെ പ്രാപിക്കാൻ സാധിക്കും. നാമം ജപിച്ചാൽ അതൊരു കർമ്മമാണ്. പൂജ ചെയ്താൽ അതൊരു കർമ്മമാണ്. മറ്റുള്ളവരെയെല്ലാം ശുശ്രൂഷിച്ചാൽ അതൊരു കർമ്മമാണ്. കുടുംബം പരിപാലിച്ചാൽ അതൊരു കർമ്മമാണ്. ഇങ്ങനെ കർമ്മം പലവിധമാണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും കർമ്മം എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, മറ്റുള്ള ആളുകൾ അനുകരിക്കാൻ പറ്റാത്തതായതിനെ ചെയ്യണം, ഡിഫറൻ്റായിട്ട് ചെയ്യണം. അല്ലേ? ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഡിഫറൻ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക അറിയോ? അത് മാത്സര്യ ദോഷം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഭേദഭാവമുണ്ടാവും. അധ്യാത്മത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതല്ല. ഭേദഭാവം പാടില്ല, മാത്സര്യം പാടില്ല, സമഭാവനയാണ് വേണ്ടത്. സമത്വം യോഗ ഉച്യതേ എന്നാണ് പറയുന്നത്. സമഭാവനയാണ് യോഗം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് സമഭാവനയെ നമ്മൾ നേടാനായിട്ട് യത്നിക്കണം. എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ആലോചിച്ച് നോക്കും, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഇവിടെ വിതരണം ചെയ്യാൻ തുടങ്ങി, എത്ര ദോഷങ്ങളുണ്ടറിയോ? നമ്മളിതൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് അറിയുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ഓരോ ജിലേബി കൊടുക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. കൈ നീട്ടാൻ അനവധി ആളുകൾ വന്നു തുടങ്ങും. നമ്മൾ വിചാരിക്കും ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമാണെന്ന്. അല്ല, എല്ലാവർക്കും കൊടുക്കാം. ധാരാളം ഉണ്ട്, എല്ലാവർക്കും കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കും അറിയോ?
നമുക്ക് വേണ്ടപ്പെട്ട ആളാവുമ്പോൾ വലുത് നോക്കി കൊടുക്കും, അല്ലേ? ഇന്നും കുറച്ചുകൂടി നല്ല പരിചയവും അടുപ്പവും ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ പറയും, നല്ല മുറുകലുള്ളത് അടിയിലേ ആ ശർക്കരപ്പാവിൽ നല്ല പോലെ മുങ്ങിയതുണ്ട്, അത് ഞാൻ തരാം, അത്ര നേരം ഇവിടെ നിൽക്കും. അവർ പിടിച്ചു നിർത്തും. അപ്പോൾ നോക്കൂ, നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ ഒരു തരം, വേണ്ടാത്തവരാകുമ്പോൾ മറ്റൊരു തരം. പിന്നെ അവനവൻ്റെ കാര്യമുണ്ട്. ഞാൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എനിക്ക് ഇല്ലെങ്കിലോ ഒരു ഡബ്ബ എടുത്ത് ആദ്യം ഇട്ട് വയ്ക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിലോ മറ്റുള്ളവർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾ അവസാനം 3-4 കൊണ്ടുപോകും. സ്വാർത്ഥത എത്രയുണ്ട് നമ്മൾ ചിന്തിച്ചാൽ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ത്യാഗമാണ്. നമുക്ക് എന്ന് പറഞ്ഞ് ഒന്നും സ്വീകരിക്കരുത്. എൻ്റെ മുത്തശ്ശി പറയാറുണ്ട്, തിന്നതൊക്കെ പോയി കൊടുത്തതൊക്കെ കിട്ടിയെന്ന്. കാരണം എന്താ? കൊടുത്തതൊക്കെ ദാനമായിട്ട് മാറും. തിന്നതൊക്കെ എന്തായി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ കർമ്മം എന്നുള്ളത് ഇതുപോലെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ഒക്കെ ചെയ്യുന്ന വേളയിൽ ആരോടും ഭേദഭാവനയില്ലാതെ സമഭാവനയോടുകൂടി ചെയ്യാൻ സാധിക്കണം. പട്ടിയെ കണ്ടാൽ നമസ്കരിക്കാൻ പറ്റുമോ? അമ്പലത്തിൽ പോയി നമ്മൾ നമസ്കരിക്കാറുണ്ട്. ഭാഗവതത്തിലും ഗീതയിലൊക്കെ പറയുന്നുണ്ട്, ശുനിജൈവ സ്വഭാഗേജ പണ്ഡിതാഹ സമദർശിനഃ. ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട്, കാണുന്ന ആളുകളൊക്കെ നമസ്കരിച്ചോളൂ. ഞാനും പറഞ്ഞു, പുസ്തകത്തിലുണ്ട്, ഞാനും പറയുന്നു. ഒരു പട്ടി പോകുമ്പോൾ ഞാനും നമസ്കരിക്കൊന്നുമില്ല. പക്ഷെ അതിനെ ഞാൻ ഉപദ്രവിക്കാതെ പോയാൽ പോരെ? അതിനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കാനോ ഒന്നും മെനക്കെടാതെ നമ്മുടെ പാട്ടിന് പോവാം. അഥവാ പട്ടിയെയോ പൂച്ചയെയോ നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്തായിരിക്കണം? പിന്നെ മറ്റുള്ളവരെ നോക്കരുത്. നമ്മൾ നമസ്കരിച്ച് തുടങ്ങിയാൽ നാട്ടുകാരൊക്കെ പറയും, വീട്ടുകാരൊക്കെ പറയും. പിന്നെ ഭാഗവതം കേൾക്കാൻ പോയി അവസാനം എന്തായി? വട്ടായി, തലയിൽ നട്ട് ലൂസായി എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങും. അഭിമാനം തോന്നരുത്, അതിൽ നമുക്കൊരു കുഴപ്പം തോന്നരുത്. വീണ്ടും നമ്മൾ തുടരണം. അപ്പോൾ വീട്ടുകാർ പറയും, നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് തല പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഈ പോക്ക് നിർത്തുമോ എന്നൊക്കെ പറഞ്ഞ് അവരും തുടങ്ങും. അപ്പം ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോൾ ശരീരമോ ശരീര സംബന്ധികളോ നാട്ടുകാരോ ഒന്നും നമുക്ക് കൂടെ വരാനേ പോണില്ല, അല്ലേ? അധ്യാത്മതലത്തിൽ സമഭാവന എന്നുള്ളത് കൈവരിക്കുക നല്ല പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തായാലും അതിനെ കൈവരിക്കുക എന്നുള്ളത്, ചിത്തശുദ്ധി ഉണ്ടാവാൻ, ജ്ഞാനമുണ്ടാവാൻ, ഭേദഭാവം നീങ്ങാൻ, ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നു. ജ്ഞാനവുമില്ല, കർമ്മവുമില്ല, ഭക്തിയുമില്ല എന്നുള്ള ആളുകളൊക്കെ ഇല്ലേ? അവരെങ്ങനെയാ പറയാം? ഒന്ന് വേണമെങ്കിൽ ഭൗതികവാദികൾ പറയാം, അല്ലെങ്കിൽ അലസന്മാർ എന്ന് പറയാം. ഇവരൊന്നും എവിടെയും എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഭക്തിയെ, ഭഗവാനെ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കണം. കർമ്മം ചെയ്യുന്നത് ഭഗവത്പരമാക്കി മാറ്റണം. അതിനാണ് കർമ്മം എന്നത്. കേൾക്കുന്നത്, ഇപ്പോൾ ടി വി കണ്ടാലും കുറേ ദൃശ്യങ്ങൾ കാണാം, കുറേ പാട്ടുകൾ കേൾക്കാം. ഇവിടെ വന്നാലും കുറേ ദൃശ്യങ്ങൾ കാണാം, പാട്ടുകൾ കേൾക്കാം, അല്ലേ? ടി വി കണ്ടാൽ കാണുന്ന ആ ദൃശ്യവും അവിടെയുള്ള ആ ഒച്ചയും ഒക്കെ മനസ്സിന് വിക്ഷേപമുണ്ടാക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതൊക്കെ മനസ്സിനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുന്നതാണ്. എല്ലാറ്റിലും നമ്മൾ ഷോർട്ട് കട്ടല്ലേ തിരഞ്ഞെടുക്കുക, എളുപ്പപ്പണി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധ്യാത്മമാർഗത്തിലും ഒരു ഷോർട്ട് കട്ട് ഇതാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ യാവന്നു കാൺമതതു നാരായണ പ്രതിമ, യാവന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാവന്നതൊക്കെ ഹരിനാരായണനാണ്. ആ നിലയിലേക്ക് ഉയരണം. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ഭഗവത്പരമായ വിഷയമാക്കണം. ഭഗവത്പരമായ വിഷയമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ചിലപ്പോൾ കുടുംബക്കാർ പോലും നമ്മളിൽ നിന്ന് അകന്നു പോകും, ബന്ധുക്കളൊക്കെ അകന്നു പോകും. ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് പല കഥകളും അങ്ങനെയാണ്.
ഈശ്വരീയമായിട്ടുള്ള ഉപാസനകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ കഥകളിലും നമുക്ക് കാണാം. എൻ്റെ മക്കളെ ഞാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും ചിന്തിക്കാറുണ്ട്. ഭാഗവതത്തിന് വ്യാഖ്യാനം ചെയ്ത ശ്രീധരാചാര്യർ, അദ്ദേഹത്തിൻ്റെ കഥയൊന്ന് നോക്കിയാൽ അറിയാം. അദ്ദേഹത്തിന് ചെറിയൊരു കൊച്ചുണ്ടായിരുന്നു. ഭാര്യ നേരത്തെ മരിച്ചു. ഈ കൊച്ചിന് ഭക്ഷണം കൊടുക്കണം, അതിന് ആഹാരം കൊടുക്കണം, അതിനെ കുളിപ്പിക്കണം, അതിനെ പരിപാലിക്കണം, അതിനെ മറ്റ് ദിക്കിലേക്കൊന്നും പോയി ബുദ്ധിമുട്ടിലാവാതെ നോക്കണം. ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ്. എന്നാലോ ഇദ്ദേഹത്തിന് എപ്പോൾ നോക്കിയാലും ഈശ്വരോപാസനയിൽ മുഴുകാനാണ് താല്പര്യം. കൊച്ചിനെ നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? പക്ഷേ കൊച്ചിനെ ഉപേക്ഷിക്കാനും വയ്യല്ലോ, ആ കൊച്ചിനെ രക്ഷിക്കാൻ മറ്റാരുമില്ലല്ലോ, എന്നെ കഴിഞ്ഞാൽ വേറെ ആരാ രക്ഷിക്കുക? ഇങ്ങനെ ഓരോരോ ചിന്ത നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹം വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്തൊരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് ഒരു പക്ഷിക്കൂട് താഴെ പതിച്ചു. നാട്ടുകാർക്കൊക്കെ, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷിക്കൂട് താഴെ പതിച്ചു. ആ പക്ഷിക്കൂട്ടിൽ പറക്കാൻ പോലും സാധിക്കാത്ത 2 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം അത് കണ്ടു. കൂട് താഴെ പതിച്ച വേളയിൽ ആ പക്ഷിക്കുഞ്ഞുങ്ങളും ആ പതിച്ചതോടുകൂടി ചത്തുപോവേണ്ടതായിരുന്നു. ചത്തുപോയില്ല. അപ്പം ആരാ രക്ഷിച്ചത് ഈ കുഞ്ഞുങ്ങളെ? ഞാനാണ് രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് സ്വയം ചിന്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള വിചാരം വന്നു. ഈശ്വരനാണ് രക്ഷിച്ചത്. അപ്പോൾ ഒരാൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ സങ്കല്പിച്ചാൽ രക്ഷപ്പെട്ടിരിക്കും. 3 ആൾ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ബൈക്കിൻ്റെ ഹാൻഡിൽ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്, ഒരാൾ ബൈക്കിലിരിക്കുന്നുണ്ട്, ഒരാൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. 3 ആൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ പയ്യൻ, 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വന്നത്. രാവിലെ വന്നപ്പോൾ തുറന്നില്ല. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ വന്നു. 11 മണിയാകുമ്പോൾ വന്നപ്പോൾ ഇവൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ മുകളിൽ പോയി എല്ലാം കൊടുത്തു. അപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരൻ ആരോ വന്നു എന്ന് പറഞ്ഞ് അവൻ താഴെ ഇറങ്ങി വന്നു കാണാൻ. അവൻ ബൈക്കിലിരിക്കുന്നുണ്ട്, ഈ പയ്യൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഇപ്പുറത്തെ ഹാൻഡിൽ ബാർ പിടിച്ച് വേറൊരു പയ്യനുണ്ട്. 3 പേര് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പുതിയ ഒരു കാർ ഓടിച്ച് വരുന്ന ആൾ, അയാൾക്ക് കൺട്രോൾ തെറ്റിയത്, അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങനെ വെച്ചിരിക്കുന്നു, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വന്ന പയ്യനെ മാത്രം തട്ടിക്കൊണ്ടുപോയി. അപ്പുറത്ത് പച്ചക്കറി വിൽക്കണ ആളുണ്ട്, ഇപ്പുറത്ത് വണ്ടിയിൽ ഇപ്പുറത്ത് ഇവർ 2 പേരുണ്ട്, അപ്പുറത്ത് കടകളുണ്ട്. ആർക്കും ഒന്നും പറ്റിയില്ല. അടച്ചിട്ട കടയുടെ ഉള്ളിൽ ഇത്ര പോലും ഇല്ല, ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. കറക്റ്റ് കാറ് ക്രെയിന് വെച്ച് ഇറക്കിയാൽ എന്നതുപോലെ ഇറങ്ങി നിന്നു. അവൻ സ്പോട്ടിൽ പോയി, അവൻ മാത്രം. അപ്പോൾ ഈശ്വരൻ മരണം എന്നുള്ളത് ആർക്ക് എങ്ങനെ വരണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നുവോ അത് സംഭവിച്ചിരിക്കും. നമ്മൾ വിചാരിച്ചാലൊന്നും രക്ഷിക്കാൻ പറ്റില്ല. രക്ഷിക്കാനുള്ളത് ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരൻ നമ്മളെ രക്ഷിക്കുമെന്ന വിശ്വാസം നമ്മളിൽ ആവശ്യമാണ്. ഭഗവാൻ രക്ഷിക്കാനുണ്ടെങ്കിൽ മറ്റാരും രക്ഷിക്കാൻ വേണ്ട. ഭഗവാൻ രക്ഷിക്കാനില്ല എന്നുണ്ടെങ്കിലോ മറ്റാരുണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പം ഈശ്വര വിശ്വാസം എന്നുള്ളത് ദൃഢമായിരിക്കണം. ഭക്തിയിലൂടെ മനസ്സിനെ ഉയർത്തണം. നിരന്തരമായിട്ടുള്ള കഥകൾ ആവർത്തിച്ച് കേൾക്കണം. നല്ല കഥകൾ കേട്ടാൽ മനസ്സിൽ ഉറക്കില്ല. ചീത്ത വിഷയങ്ങൾ കേട്ടാൽ പെട്ടെന്ന് പിടിപെടും. നല്ലത് അന്വേഷിച്ച് പോയാലേ കിട്ടുള്ളൂ. ചീത്ത അന്വേഷിച്ച് പോട്ടാൽ അന്വേഷിച്ച് വരും. അപ്പോൾ പല വിഷയങ്ങൾ ഇതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റേതായിട്ടുള്ള സ്വരൂപത്തെ നിരന്തരം കണ്ട് ആരാധിക്കുക, നാമം ജപിക്കുക, കഥകൾ കേൾക്കുക. 9 വിധമായിട്ടുള്ള ഭക്തിയാണല്ലോ അല്ലേ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെയുള്ള ഈ 9 വിഷയങ്ങളും നമുക്ക് ചെയ്യാം. ഇതൊക്കെ വേദങ്ങളിൽ, പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ മഹാഭാരതമാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. മഹാഭാരതം കേൾക്കരുത്, വായിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും. വേദം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക്
വേദത്തിലെ വിഷയങ്ങളെ, തത്വങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മഹാഭാരതം എന്ന ഗ്രന്ഥമാക്കി എഴുതി തന്നു. അത് പറയുകയും ചെയ്തു, ഭാരതം പഞ്ചമോ വേദ. ഭാരതം 5ാമത്തെ വേദമാണ്. 5ാമത്തെ വേദമായ മഹാഭാരതത്തെ അതുകൊണ്ട് തന്നെ ഒരുവൻ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവനാണ് നഷ്ടം. പലതും ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, മഹാഭാരതം വായിക്കരുത് എന്ന് ആരാ പറഞ്ഞ് പഠിപ്പിച്ചത്? അതിങ്ങനെ പ്രചാരത്തിലായി അല്ലേ. നല്ലത് പറഞ്ഞാൽ ആവുമോ? അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ മതി, അതങ്ങനെ പോവും. നല്ലവനാണ് പറഞ്ഞാൽ ചിലപ്പോൾ 4 ചെവി എത്തില്ല. അത് ലോക സമ്പ്രദായമാണ്. ഇപ്പം ഭാരതം പഞ്ചമോ വേദ, മഹാഭാരതം അതുകൊണ്ട് കേൾക്കണം. മഹാഭാരതത്തിൽ ജ്ഞാനമുണ്ട്, ഭക്തിയുണ്ട്, ധർമ്മമുണ്ട്, അർത്ഥമുണ്ട്. അപ്പം അനേകം കഥകൾ മഹാഭാരതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മഹാഭാരതം മനസ്സിലാക്കിയാൽ നമുക്ക് എന്താ പ്രയോജനം? പ്രത്യക്ഷമായിട്ടുള്ളൊരു പ്രയോജനമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ എന്താ പ്രയോജനം? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറില്ലേ? ഇപ്പോൾ എല്ലാവരും കഴിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. കഴിക്കാതെ വന്ന ആളെ കണ്ടാൽ അറിയും എന്താ ഒരു ഉത്സാഹമില്ലാത്തത്. നീ ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ ചോദിക്കില്ലേ? ക്ഷീണിച്ച് അവശനായിട്ടുള്ള ഒരാളെ കണ്ടാൽ എന്താ കാരണം ചോദിക്കുമ്പോൾ ഇന്ന് ഏകാദശിയാണ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, ഉപവാസം. ഭക്ഷണം കഴിച്ച ആളെ കാണുമ്പോഴോ നല്ല തേജസ്, ഓജസ്, ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, തുഷ്ടി പുഷ്ടിക്ഷുതഭായോനുകാസം ഭാഗവതം ഏകാദശത്തിൽ 2ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒന്നാണ്. ഭക്ഷണം കഴിച്ചാൽ 3 ഉണ്ട് ഫലം. സാധാരണ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ 2 ഉണ്ട് ഫലം എന്നല്ലേ പറയാം. പക്ഷെ ഭാഗവതം പറയുന്നു 3 ഉണ്ട് ഫലം. എന്താണ് 3 ഫലം എന്നാണെങ്കിൽ, ഭക്ഷണം കഴിച്ചാൽ മനസ്സിന് ഉത്സാഹമുണ്ടാവും, ശരീരത്തിന് പുഷ്ടിയുണ്ടാവും, മനസ്സിന് തുഷ്ടിയുണ്ടാവും, 3ാമതായിട്ട് വിശപ്പും ശമിക്കും. ഇങ്ങനെ 3 ഫലമാണ് ഭക്ഷണം കഴിച്ചാൽ. അതുപോലെ തന്നെയാണ് നമ്മുടേതായിട്ടുള്ള ശരീരത്തിന് ഇതേപോലെ 3 വിധമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു. ഒന്ന് ഭക്തി, മറ്റൊന്ന് കർമ്മം, മറ്റൊന്ന് ജ്ഞാനം. ഇതേതെടുത്താലും അതിലും 3 എണ്ണമുണ്ട്. എല്ലാം തന്നെ നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു ഭക്ഷണത്തിൽ തന്നെ നമുക്ക് 3 വിധം ഉള്ളപ്പോൾ മഹാഭാരത ശ്രവണത്തിൽ അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ആ ഉത്സാഹം, വേദങ്ങൾ കേൾക്കുമ്പോഴും മഹാഭാരതം കേൾക്കുമ്പോഴും ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഉണ്ടാവുന്നത് പോലെ മനസ്സിന് അത് ശുദ്ധമായ നില, നിഷ്കളങ്കമായ ഒരവസ്ഥ നമ്മളിൽ സംജാതമാവും, സംശയമേ വേണ്ട. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചികിത്സ മുഴുവൻ മനസ്സിനെയും ചിത്തത്തെയും ഒക്കെയാണ്. അപ്പോൾ ഈശ്വരനെ ആശ്രയിച്ച് വേണ്ടതുപോലെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരുവൻ്റെ ഭക്തി എന്നുള്ളത് പിൻപറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നു. പിന്നെ ജ്ഞാനം എന്നുള്ളത് അവസാനം പറയുന്നത് ജ്ഞാനേന ഇവതു കൈവല്യം, ജ്ഞാനം എന്നുള്ളതും നമുക്ക് ആവശ്യമാണ്. എന്തിനാണ് ജ്ഞാനം എന്നാണെങ്കിൽ, ജ്ഞാനത്തെ നേടി ഭക്തിയെ ചെയ്യാൻ എന്ന് സിദ്ധാന്തിക്കുന്നുണ്ട്. എപ്പോഴും ജ്ഞാനദശയിൽ വർത്തിക്കാനൊന്നും പറ്റില്ല. ജ്ഞാനത്തെ നേടി ഭക്തിയെ അങ്ങോട്ട് ചെയ്യുക. എല്ലാ ദിക്കിലും ഈശ്വരനുണ്ട് എന്ന് ജ്ഞാനത്തെ നേടുക. എന്നിട്ടോ ആ ഈശ്വരനെ നമുക്ക് ഗുരുവായൂരപ്പനായിട്ടോ അല്ലെങ്കിൽ തിരുച്ചിറ്റാറ്റപ്പനായിട്ടോ ആറന്മുളയപ്പനായിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഭഗവാനെ കണ്ട് ആരാധിക്കാൻ സാധിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കർമ്മമായാലും ഏതായാലും ശ്രവണം, മനനം, കീർത്തനം. ശിവപുരാണ പ്രകാരം 3 പറയുന്നത്. കഥ കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക, പറ്റുമെങ്കിൽ കീർത്തിക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരുവൻ ഈശ്വരപദത്തിലേക്ക് എത്തും എന്ന്.
അതിനാണ് ധാരാളം കേൾക്കണം കേൾക്കണം എന്ന് പറയുന്നത്.